Hi my dear students, good morning. This is Fawshiba PKM. Welcome to MTM Campus Education Channel. നമ്മൾ ഇന്നലെ വരെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് കോറിലേഷൻ ആയിരുന്നു. അപ്പോൾ കോറിലേഷൻ്റെ ടൈപ്സ് പഠിച്ചു. ഇന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്? ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2 or more വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് കോറിലേഷൻ. അപ്പോൾ ഈ കോറിലേഷൻ്റെ തന്നെ ആൾജിബ്രായിക് മെത്തേഡ്സ് ഉപയോഗിച്ച് റിലേഷൻഷിപ്പ്, ആൾജിബ്രായിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ദ ആൾജിബ്രായിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡാണ് ആൾജിബ്രായിക് മെത്തേഡാണ്, മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കാണുന്നത് ബൈ യൂസിങ് എ ഫോർമുല. 3 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3നും 3 ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നത്. ദെൻ റിലേഷൻഷിപ്പ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കേട്ടോ. ആൻഡ് ഈ ന്യൂമറിക്കൽ വാല്യൂ എക്സ്പ്ലെയിൻസ് ദ ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഓരോ വേരിയബിൾസും തമ്മിലുള്ള കോറിലേഷൻ്റെ ഡിഗ്രി, റിലേഷൻഷിപ്പ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, ഏത് പരിധി വരെയാണ് ഇവർ തമ്മിൽ റിലേഷൻ ഉള്ളത്, വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളത് എന്നാണ് ഇതിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിലൂടെ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ പോയിന്റ് ടു ബി നോട്ടഡ്, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 to +1. -1 മുതൽ +1 വരെയുള്ളൊരു വാല്യൂ ആയിരിക്കും. ഒരിക്കലും 5, 10, 4, 15 ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ല. ഒന്നില്ലെങ്കിൽ -1 മുതൽ ഒരു -1, എക്സാക്റ്റ് -1 കിട്ടാം, എക്സാക്റ്റ് +1 കിട്ടാം, -0.9 കിട്ടാം, 0 കിട്ടാം, അതേപോലെ തന്നെ 0.5 കിട്ടാം. അങ്ങനെ ഈ -1നും +1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പം നമ്മളുടെ ആൻസർ വന്നാൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ അതിൻ്റെ മുകളിലോ താഴെയുള്ള വേറെ ഏതെങ്കിലും ഈ നമ്പറിന് താഴെയുള്ള, അതായത് ഒരു -5ഓ -6ഓ അങ്ങനെയൊക്കെ കിട്ടിയാൽ ഉത്തരം തെറ്റാണെന്ന് തന്നെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യാമെന്ന് നോക്കുകയാണ്. -1 മുതൽ 0 വരെയുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് വേരിയബിൾസ് ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയാം. ഇനി 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ദർ ഈസ് നോ കോറിലേഷൻ, കോറിലേഷൻ ഇല്ല. ഓക്കെ, ദെൻ 0 മുതൽ +1 വരെയുള്ള ഒരു വാല്യൂ ആണെങ്കിൽ അതിനെന്തെന്നാ പറയുക? പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുക. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമുക്കിനി ഓരോന്നും മെത്തേഡ്സ് നോക്കാം. മെത്തേഡ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. വി ക്യാൻ expect an essay question, sure essay question from this part. Normally Karl Pearson's coefficient of correlations are normally asking. Okay, അപ്പോൾ there are 3 methods of coefficient of correlation. First method, Karl Pearson's coefficient of correlation. കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹം തന്നിട്ടുള്ള ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അടുത്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയാം, സ്പിയർമാൻസ് മെത്തേഡ് അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ. അടുത്തതാണ് കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇനി നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇതിലൊന്നും കൂടുതൽ അങ്ങനെ തിയറി ഒന്നുമില്ല. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഒരു
പിയേഴ്സിയൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നാണ് പറയുക. അതിന് ആർ എന്ന സ്മോൾ ലെറ്റർ ആർ എന്ന ഒരു സിമ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഫോർമുല. ഈ ഫോർമുല അങ്ങ് കാണാണ്ട് പഠിച്ചോളണം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള ഫോർമുല R equal to small letter r equal to n into sigma xy minus sigma x into sigma y divided by square root of n into sigma x square minus sigma x the whole square into root of n into sigma y square minus sigma y the whole square. ഒന്നുമില്ല, ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ തരും, വൈൻ്റെ വാല്യൂ തരും. അപ്പോൾ എക്സിന് എന്ത് ചെയ്യുക, ആദ്യം എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോളം ഉണ്ടാക്കുക. ആ കോളത്തിൻ്റെ ടോട്ടലാണ് എന്താ പറയുക, സിഗ്മ എക്സ് വൈ. ദെൻ സിഗ്മ എക്സിൻ്റെ കോളം കൂട്ടുന്നു സിഗ്മ എക്സ്, വൈൻ്റെ കോളം കൂട്ടുന്നു സിഗ്മ വൈ. ഈ 3 സിഗ്മ കോളമേ നമ്മൾ എക്സ്ട്രാ കാണേണ്ടേ ഉള്ളൂ. ദെൻ അടുത്തൊരു കോളം എന്ത് കാണണം, എക്സിൻ്റെ സ്ക്വയർ കാണണം, വൈയുടെ സ്ക്വയർ കാണണം. അത്രയേ ഉള്ളൂ. 5 കോളംസ് ആണ് സാധാരണ ഉണ്ടാവുക. ഫസ്റ്റ് കോളം എന്തായിരിക്കും, എക്സ്. സെക്കൻഡ് കോളം വൈ. തേർഡ് കോളം എക്സ് ഇൻറ്റു വൈ. ഫോർത്ത് കോളം എക്സ് സ്ക്വയർ. അടുത്ത കോളം വൈ സ്ക്വയർ. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുക. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഒന്നുമില്ല എന്ന് പറയാം. ഈ ഒരു ഇക്വേഷൻ ഫോർമുല മാത്രം എന്ത് ചെയ്താൽ മതി, കാണാണ്ട് പഠിച്ചാൽ മതി. ബാക്കി CBSEയിലെ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാൽക്കുലേറ്റർ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ലക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനൊരു കുഞ്ഞ് എന്താ പറയുക കാണിക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. കാണിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ, അതാ നല്ലത്. ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയൊരു പ്രോബ്ലം കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്. അതായത് കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് വാല്യൂ തന്നിട്ടുണ്ട്, വൈ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് വരുന്നത് 2 3 4 5 6 7 8. ഓക്കെ, വൈ വാല്യൂസ് തന്നിട്ടുണ്ട് 4 5 6 12 9 5 4. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തരിക. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 വാല്യൂ തരും, എക്സ് വാല്യൂ തരും, വൈ വാല്യൂ തരും കേട്ടോ. ഇനി നമ്മൾ കാണണം, എന്താ കാണേണ്ടത്, ആദ്യം കാണേണ്ടത് എന്താണ്, എക്സ് ഇൻറ്റു വൈ ആണ് കാണേണ്ടത്. ഞാൻ വേഗം ഇത് വേഗം എഴുതാണ്. 8 15 24 60 6 into 9 54 then 7 into 3 35 8 into 4 32. അപ്പം നമ്മൾ എക്സ് വൈ കണ്ടു. അപ്പോൾ ഉടനെ തന്നെ വേഗം അതിൻ്റെയൊക്കെ സിഗ്മ കണ്ടേക്കുക കേട്ടോ, എന്നാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. എക്സിൻ്റെ സിഗ്മ എക്സ് എത്രയാണ്, സിഗ്മ എക്സ് വരുന്നത് 35 ആണ്. ദെൻ സിഗ്മ വൈ വരുന്നത് ഇതിൻ്റെ ടോട്ടൽ, സിഗ്മ വൈ ഇതിൻ്റെ ടോട്ടൽ, സിഗ്മ വൈ വരുന്നത് 45 ആണ്. ദെൻ സിഗ്മ എക്സ് ഇൻറ്റു വൈ ഞാൻ എഴുതിയപ്പോൾ കുറച്ചൊരു നീങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, 228 ആണ്. അപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേഗം എടുത്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടി വേറെ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. അടുത്തത് എന്താ കണ്ടത്, ഇനി എക്സ് സ്ക്വയർ കാണണം. അടുത്ത പിന്നെ കോളം നമുക്ക് വേണ്ടത് എന്താണ്, വൈ സ്ക്വയർ ആണ്. ഇതൊക്കെ എങ്ങനെയാണ്, ഏത് നോക്കിയിട്ടാണ് എക്സ് ആണോ വൈ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എക്സ് സ്ക്വയർ നമ്മളെ ഫോർമുല കൃത്യം നോക്കുക. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ കാണുന്ന 2ൻ്റെ സ്ക്വയർ 4
9, 3 square 9, 16, 25, 36, 49 and 64. ഉടനെ അതിൻ്റെയും സിഗ്മ എക്സ് സ്ക്വയർ കാണണം. സിഗ്മ എക്സ് സ്ക്വയർ വരുന്നത് 203 ആണ് വരുന്നത്. അടുത്തത് വൈ സ്ക്വയർ, വേഗം വൈൻ്റെ 4 × 4 16, 25, 36, 12ൻ്റെത് 144, ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 9ൻ്റെത് 81, again 25 and 16. ഉടനെ അതിൻ്റെയും സിഗ്മ കാണാം. സിഗ്മ വൈ സ്ക്വയർ വരുന്നത് എത്രയാണ്? 343 ആണ്. ഇതാണ് നമ്മൾക്ക് ഇനി ഇത്രയാണ് നമ്മൾക്കിപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേഗം ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം അല്ലേ. ഫോർമുല എന്താണ്? R = n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് × സിഗ്മ വൈ. നല്ലൊരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഇത് ബ്രാക്കറ്റ് ഇട്ടോളൂ. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടോളൂ, കുഴപ്പമില്ല. സോറി, നീങ്ങിപ്പോയില്ലേ. അടുത്തത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അതല്ലേ? വേഗം സിഗ്മ എക്സ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. n എത്രയാണ്? n ഇത് എണ്ണി നോക്കാം. മൊത്തം എത്ര ഉണ്ട്? 7 ഉണ്ട്. മൊത്തം 7 ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു മറ്റേത് എത്ര വരുന്നത്? 228 ആണ് സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നു കിട്ടിയത്? സിഗ്മ എക്സ് 35 ഇൻറ്റു സിഗ്മ വൈ വരുന്നത് 45. ഓക്കെ, ഒരു പ്രാവശ്യം ഞാൻ കാണിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് വേഗമാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്ര കിട്ടി? 203 മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 35 സ്ക്വയർ. ഓക്കെ, 35 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ എത്ര വരുന്നത്? 343 അല്ലേ? 343 ആണ്. മൈനസ് സിഗ്മ വൈ 45 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതല്ലേ കിട്ടുന്നത്. ഇനി വേഗം ചെയ്യാം. 7 ഇൻറ്റു 228 വരുന്നത് 1596 ആണ് കേട്ടോ. ഞാൻ വേഗം ചെയ്യുവാണ്. മൈനസ് ഇത് അടുത്തത് വന്നത് 1575 ആണ്. 35 ഇൻറ്റു 45 വരുന്നത് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു 203 വരുന്നത് 1421 ആണ് കേട്ടോ. സോറി, 1421 മൈനസ് 35 സ്ക്വയർ എന്ന് പറയുന്നത് 1225 സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു 343 എന്ന് പറയുന്നത് ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. 7 ഇൻറ്റു 343 എന്ന് പറയുന്നത് 2401 ആണ്. മൈനസ് പിന്നെ 45ൻ്റെ സ്ക്വയർ വരുന്നത് 2025 ആണ്. ഓക്കെ, അപ്പോൾ വേഗം നമ്മൾക്ക് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 21 ഡിവൈഡഡ് ബൈ 1421 മൈനസ് 1225 വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 196 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എത്ര വരുന്നത്? ഇതിന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 376 ആണ്. റൂട്ട് 376. ഇനി നമുക്ക് കാൽക്കുലേറ്ററിൽ അതിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 21 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 14 ആണ്. ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 376 കാൽക്കുലേറ്ററിൽ ചെയ്താൽ
19.39 ആണ് വരിക. അപ്പോൾ ആൻസർ വരുന്നത് 21 ഡിവൈഡഡ് ബൈ 271.46 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 0.077 ആണ്. നമ്മുടെ ആൻസർ 0.077 എന്നാണ്. അപ്പോൾ ഇത് ഇൻ ബിറ്റ്വീൻ 0 to 1 ആണല്ലോ. 0 to 1 ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? 0 to 1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഈ വേരിയബിൾസ് എക്സും വൈയും തമ്മിൽ എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ. ഇതാണ് ചെയ്യാനുള്ള രീതി. ഇനി ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തരും, വൈ തരും. നമ്മൾ ആദ്യം കാണേണ്ടത് എക്സ് ഇൻറ്റു വൈ ആണ്. അടുത്തത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഏത് പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെ ചെയ്യുക. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ, എക്സിൻ്റെ ടോട്ടൽ കണ്ടു, വൈയുടെ ടോട്ടൽ കണ്ടു, എക്സ് വൈൻ്റെ ടോട്ടൽ കണ്ടു, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടു, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടു. ഇനി നമ്മൾ നേരെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഫോർമുല എന്തായിരുന്നു? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ. എൻ എന്ന് പറയുന്നത് 7 ഐറ്റംസ് ആണുള്ളത് ഓരോ കോളത്തിലും. എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ divided by square root of n into sigma x square minus sigma x the whole square into sigma n into sigma y square minus sigma y the whole square എന്നാണ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും എല്ലാം കണ്ടുവച്ചിട്ടുണ്ടൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് 0.077 ആണ്. ഇത് കറക്റ്റ് ആണെന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാവും. കാരണം എന്താണ്? ഈ വാല്യൂ -1നും -1നും +1നും ഇടയിലുള്ള വാല്യൂ ആണ്. അപ്പം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? -1 മുതൽ 0 വരെയാണെങ്കിൽ നെഗറ്റീവ് ആണ്. 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആണ്. 0 മുതൽ +1, 0 മുതൽ സാധാ 1ഉം പ്ലസിന് പ്ലസ് ഇടണമെന്നില്ല, +1 വരെയുള്ള വാല്യൂ ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇത് 0ക്ക് മുകളിൽ 1ന് താഴെയുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുപോലെയുള്ള ഒരു ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് ഇട്ട് തരാം. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.